നമസ്കാരം. കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തി CPM നേതാവ് പി ജയരാജൻ. ഇന്നലെ വൈകുന്നേരം 5:30 ക്ഷേത്രത്തിലെത്തിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥനൊപ്പമാണ് പി ജയരാജൻ എത്തിയത്. അതേസമയം CPM നേതാവ് ക്ഷേത്രദർശനം നടത്തിയെന്ന് വാദിച്ചാണ് BJP രംഗത്ത് വന്നത്. ക്ഷേത്രദർശനത്തിന്റെ വിവരങ്ങൾ പുറത്തു പറയരുതെന്ന് ക്ഷേത്രം ജീവനക്കാരോട് ദേവസ്വം ആവശ്യപ്പെട്ടെന്നും ജനം TV വാർത്തയും നൽകി. വീഡിയോ ചിത്രീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ദർശനം പൂർത്തിയാക്കി വളരെ വേഗം ജയരാജൻ മടങ്ങിയെന്നായിരുന്നു ജനം TVയുടെ വാർത്ത. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPMനേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് ജയരാജന്റെ ക്ഷേത്ര ദർശനം. ശത്രുദോഷത്തിനും മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരമായി നടത്തപ്പെടുന്ന ഗുരുതി പുഷ്പാഞ്ജലിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടെന്നും പരാമർശിച്ചായിരുന്നു വാർത്ത. വീഡിയോ സഹിതമുള്ള വാർത്ത പുറത്തു വന്നതോടെ വിശദീകരണവുമായി PJ രംഗത്തു വന്നു. വിശ്വാസ താൽപരനായല്ല, ചരിത്ര താൽപര്യങ്ങളാലാണ് സന്ദർശനമെന്നാണ് പി ജയരാജൻ വാദിച്ചത്. ഏതൊരു ചരിത്രാന്വേഷണ താൽപര്യമുള്ളയാൾക്കും കൗതുകമുണർത്തുന്ന വിഷയങ്ങളാണിത്. കാവിനകത്ത് പ്രവേശിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന ക്ഷേത്ര ജീവനക്കാരോടും സുഹൃത്തുക്കളോടും ഇത് സംബന്ധിച്ച് പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊടുങ്ങല്ലൂർ കാവിൽ മാത്രമല്ല, കേരളത്തിലെ പ്രസിദ്ധവും അത്ര പ്രസിദ്ധവുമല്ലാത്തമായ അനേകം ആരാധനാലയങ്ങളിൽ താൻ പോയിട്ടുണ്ട്. അജ്മീർ ദർഗയിൽ പോയിട്ടുണ്ട്. പഞ്ചാബിലെ സുവർണക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നും പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വിഷയത്തിൽ പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കുറിപ്പിങ്ങനെ: സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തിന്റെ രചനയിലാണ് ഞാനിപ്പോൾ. ആ പുസ്തകത്തിലെ ഒരു അധ്യായം ബ്രാഹ്മണീയമല്ലാത്ത ആചാരരീതികൾ ഇപ്പോഴും നിലനിൽക്കുന്ന ആരാധനാലയങ്ങളെക്കുറിച്ചാണ്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ് കൊടുങ്ങല്ലൂർ കാവ്. കഴിഞ്ഞ ദിവസം ഒരു കോടതി ആവശ്യത്തിനായി കൊച്ചിയിലേക്ക് പോകുന്നതിനിടെ യാദൃശികമായി കൊടുങ്ങല്ലൂരിൽ ഭക്ഷണം കഴിക്കാൻ വാഹനം നിർത്തുകയുണ്ടായി. തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ കാവിനെക്കുറിച്ച് പഠനങ്ങളിലൂടെയും വായനകളിലൂടെയും നാട്ടനുഭവങ്ങളിലൂടെയും പല കാര്യങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിലും നേരിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അവിടെ നേരിട്ട് പോയി എല്ലാം കാണണമെന്ന് തീരുമാനിച്ചു. കൊടുങ്ങല്ലൂർ കാവിലെ കോഴിക്കല്ല്, തവിട്ടുമുത്തി, വസൂരിമാല പ്രതിഷ്ഠ എന്നിവ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെയല്ല. അവയ്ക്കെല്ലാം സവിശേഷമായ ചരിത്ര സാംസ്കാരിക പശ്ചാത്തലമുണ്ട്. നേരിട്ട് കണ്ട് മനസ്സിലാക്കേണ്ടവയാണവ. VT ഇന്ദുചൂടൻ കൊടുങ്ങല്ലൂർ കാവിനെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിന്റെ പേര് തന്നെ സീക്രട്ട് ചേംബർ എന്നാണ്. ആ രഹസ്യ അറയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം എന്താണ്, ജനവിശ്വാസങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഏതൊരു ചരിത്രാന്വേഷണ താല്പര്യമുള്ള ആളുകളെ പോലെ കൗതുകമുണർത്തുന്ന വിഷയങ്ങളാണ്. കാവിനകത്ത് പ്രവേശിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന ക്ഷേത്ര ജീവനക്കാരോടും സുഹൃത്തുക്കളോടും ഇത് സംബന്ധിച്ച് പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. ചിലർ പറഞ്ഞ കാര്യങ്ങളെ ഖണ്ഡിക്കുകയും ചെയ്തു. ഇതുതന്നെയാണ് ഇത്തരം ഇടങ്ങളുടെ സവിശേഷത. ചരിത്രം, വിശ്വാസം, ജനകഥ, അനുഭവം എന്നിവ പരസ്പരം കലർന്നൊരു സാംസ്കാരിക ഭൂമിക. ഇങ്ങനെ ലഭിച്ച അറിവുകളും നിരീക്ഷണങ്ങളും സ്വാഭാവികമായും ഈ മാസം അവസാനം പുറത്തിറങ്ങുന്ന പുസ്തകത്തിന്റെ ഭാഗമാവുകയും ചെയ്യും. ഇതിവിടെ പറയാൻ കാരണം, ജനം TV എന്ന ചാനലിൽ ഞാൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രദർശനം നടത്തുന്ന രീതിയിൽ ഒരു വാർത്ത വന്നതായി ചില സുഹൃത്തുക്കൾ ശ്രദ്ധയിൽപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരാധനാലയ സന്ദർശനം നിഷിദ്ധമാണെന്ന് ഇവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കാവിൽ മാത്രമല്ല, കേരളത്തിലെ പ്രസിദ്ധവും അത്ര പ്രസിദ്ധവും അല്ലാത്ത അനേകം ആരാധനാലയങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അജ്മീർ ദർഗയിൽ പോയിട്ടുണ്ട്. പഞ്ചാബിലെ സുവർണക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഭക്തിപ്രകടനമായി അല്ല, സമൂഹത്തെയും ചരിത്രത്തെയും ജനവിശ്വാസത്തെയും കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരങ്ങളായിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സമൂഹത്തെ അതിൻ്റെ സങ്കീർണതകളോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ രീതി. ഭക്തിയെയും ആരാധനാലയങ്ങളെയും RSS എങ്ങനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ഞാനെന്ന് തുടങ്ങി അദ്ദേഹം വളരെ ദീർഘമായൊരു കുറിപ്പാണ് എഴുതുന്നത്. എന്തായാലും PJയുടെ ക്ഷേത്ര സന്ദർശനം മറ്റൊരു വിവാദമായി മാറിയിരിക്കുകയാണ്.